ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു ഹെയർ സ്റ്റൈൽ, അതായത് എൻ്റെ മുടി കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ലോങ് ഹെയർ ആയിരുന്ന സമയത്ത്. പക്ഷേ ഇത് അതേപോലെ എക്സാക്റ്റ് വന്നിട്ടില്ല. പക്ഷേ എന്നാലും കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് കട്ടി തോന്നിക്കുന്ന രീതിക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫൈനൽ റിസൾട്ട് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പോലെ വന്നില്ലെങ്കിലും ഫൈനലി എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു. അതായത് ബ്രൈഡൽ ട്യൂട്ടോറിയലാണ്. നോർമലി നമ്മൾ മുടി പിന്നിടുന്ന പോലെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പാർട്ടീഷൻസ് ഓഫ് മുടി എടുക്കുക, എന്നിട്ട് നമ്മൾ നേരെ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളിലൂടെ കയറ്റി. നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടാലും മനസ്സിലാവും. ഞാൻ പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ഞാനിവിടെ ചെയ്യുന്ന അതേപോലെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. ഫൈനലി നമുക്ക് കുറച്ച് എന്താ പറയുക, കട്ടി തോന്നിക്കുന്ന രീതിക്ക് നല്ലൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ് കിട്ടുന്നത്. നമുക്ക് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകണമെങ്കിലും സാരിയൊക്കെ ഉടുക്കുമ്പോഴും നമ്മൾ എത്നിക് വെയർ ചുരിദാറൊക്കെ ഇടുമ്പോഴും നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യും. നോർമൽ ഹെയർ സ്റ്റൈലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ എനിക്കെന്താണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ ഒരുപാട് സമയമൊന്നും എടുക്കുകയല്ല. ഇതിൻ്റെ ആ ഒരു ട്യൂട്ടോറിയൽ പഠിച്ചു വന്നാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫൈനൽ ഹെയർ സ്റ്റൈൽ ലുക്ക് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലിന് ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചെറുതായിട്ട് കുറച്ച് മിനി ക്ലോ ക്ലിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതാണ് ലുക്ക്.